ഹലോ ഗായ്സ്, ഇയാളിപ്പോ ഈ ചെയ്യണ പരിപാടി എന്താ അറിയോ? പൂവിന് പെറുക്കല്ല. ഇപ്പൊ ചെയ്യണ പരിപാടിയാണ് പുയര തപ്പാണ്. പുയര ഇവിടെ ഞങ്ങള് പുയരാന്ന് പറയും, ചില നാട്ടിൽ മണ്ണിരാന്ന് പറയും. എന്തായാലും കർഷകന്റെ മിത്രമായിട്ടുള്ള പുയരനെ തപ്പാണ്. ഗായ്സ്, ഇതാണ് മണ്ണിര. ഞങ്ങളെ നാട്ടില് പുയര എന്ന് പറയും. ഇതാണ് ആ സാധനം. കറക്റ്റ് ആയിട്ട് കാണിച്ചുതരാം. അപ്പൊ ഈ പുയര വെച്ചിട്ട് നമ്മള് എങ്ങനെയാണ് മീൻ പിടിക്കാന്നുള്ളത് കാണിച്ചുതരാം കേട്ടോ. കാണിച്ചുതരാം, പുയരനെ കാണിച്ചുതരാം. അപ്പൊ ഇത് കയ്യിൽ വെക്കാൻ പാടില്ല എന്നല്ലെങ്കിൽ ഇതിന് അറപ്പൊക്കെ ഉള്ള ആൾക്കാരെന്താ പറയുക, ഇതൊക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കൃഷികളൊന്നും ഇല്ല കേട്ടോ. മണ്ണൊക്കെ ഇളക്കി മറിക്കുന്ന ഒരു ജീവിയാണിത്, പുയര അറിയും. കല്യാണി കല്യാണി കിട്ടോ? ഇതൊക്കെ ചീന പറക്കി മീൻ കിട്ടിയിട്ട് നമുക്ക് സൈസ് ആക്കാനാ. അപ്പൊ ഇവിടെ പുയര കിട്ടി കഴിഞ്ഞാല് മീൻ പിടിക്കും. മീൻ പിടിച്ചിട്ട് ഞങ്ങള് കാന്താരി അരച്ചിട്ടുണ്ട് കൊടുക്കൂലേ? സന്ധ്യ അങ്ങനെ തന്നെ അല്ലേ? ഒരു മാറ്റം. അപ്പൊ ഗായ്സ്, നിങ്ങൾക്ക് ഇതിന്റെ ഇടയിൽ കൂടി ഞാൻ വേറെ ആളെ കാണിച്ചു തരാം. ഇതാണ് അലിബായ്. ഞങ്ങളുടെ നാട്ടിലെ അലിബായ് ആണ്. പുഴയൊക്കെ നോക്കിയാല് അതിന്റെ എല്ലാ വിസ്തൃതിയും അതിന്റെ ആഴൊക്കെ നോക്കിയിട്ട് പറയുന്ന ഒരാളാട്ടോ. അലിബായ്, എന്താ പിടുത്ത മട്ടപ്പോ? ആയുണ്ടോ? അവിടെ കൊണ്ടുണ്ടാവും. എവിടെ? ഇവിടെ കൊണ്ട് ആയുണ്ടാവുന്ന പറഞ്ഞത്. അത് നോക്കിയാ കിട്ടുന്ന ആളാട്ടോ അലിബായ്. മേലാറ്റൂരിന്റെ അലിബായ് ആണ്. അങ്ങോട്ടൊന്നുമില്ല. അങ്ങോട്ടൊന്നുമില്ലല്ലോ. നീ നോണ അറിയാലോ ഞങ്ങള് കാര്യല്ലേ? അപ്പൊ ഈ ആയൊക്കെ നോക്കിക്കൊണ്ട് കിട്ടുന്ന ആളാണ് അലിബായ്. ഇത് അതിന്റെ ഐഡിയ പറഞ്ഞു കൊടുത്താ. ആ മീൻ പിടിച്ച ഐഡിയ പറഞ്ഞു കൊടുത്താ. ചെബിയറിന് പറഞ്ഞു കൊടുത്താ. ഉണ്ണിക്കുട്ടൻ വന്നു കണ്ടോ? ഉണ്ണിക്കുട്ടൻ വന്നാൽ പിന്നെ ഒന്നും നോക്കാലോന്ന് പറഞ്ഞു. ഫുൾ ടീമാണ്, ഫുൾ ടീം. ഇവിടെ അവിടെ ഗൈഡൻസ് കൊടുത്ത ഗൈഡൻസ് ആണ്. ഈ മീനെ കൊണ്ട് 5 കൊല്ലം കേട്ടോ. വലിയ പ്ലാനിങ്ങാ. അപ്പൊ ഇങ്ങനെയുണ്ടോ പുയര കോർക്ക. അപ്പൊ ഈ ചൂണ്ടയില് വെയിറ്റ് കെട്ടുന്ന രീതി കേട്ടോ. ചൂണ്ട ഉണ്ടാക്കിയിട്ട് വെയിറ്റ് കല്ല് വെച്ചാൽ മാത്രമേ മതി. കല്ല് ചാടിപ്പോവുക ചെയ്യട്ടോ. പിന്നെ അതേമാതിരി കെട്ടണം. അത് കുഴപ്പമില്ല. വാ ഇതോടെ എടുക്കും കെട്ട്. മീൻ പിടിക്കുന്ന രംഗാണ് നിങ്ങൾ കാണേണ്ടത്. കിട്ടൂല സെബിയ? ഉറപ്പല്ലേ? അതവിടെ മോനുണ്ട്, കല്യാണി ഉണ്ട്, ഇവിടെ കുറെ ആൾക്കാർ വേറെ ഉണ്ട്. അപ്പൊ ഗായ്സ്, നമുക്കൊരു ഇതെന്താ ഞണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിനെങ്ങനെ കെട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് കടിക്കുന്നാ പറഞ്ഞത്. അപ്പൊ ഒക്കെ ഞണ്ടും ഉണ്ട് കേട്ടോ. ആരല് കേട്ടോ. ഈ മീനിന്റെ പേരാണ് ആരല് മീന്. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയ ആരല് കേട്ടോ. 3-4 അപ്പൊ നമ്മളെന്ത് ചെയ്യാ, കാന്താരി മുളക് കിട്ടുമ്പോൾ പണിയെടുക്കാൻ. അപ്പൊ ഇന്നത്തെ ഞായറാഴ്ച അങ്ങനെ കഴിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് പുയര വെച്ചിട്ട് നമ്മള് ചൂണ്ടലിന്മേ മീൻ പിടിക്കാം കേട്ടോ.